വിവിധ തരത്തിലുള്ള വിശ്വാസികൾ നമ്മുടെ പ്രദേശത്ത് അതിജീവിക്കുമ്പോൾ ഒരു ക്ഷേത്രവും ഒരു പള്ളിയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം. ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസത്തിനെതിരാകരുത്. വിശ്വാസം എന്നുള്ളത് ആത്യന്തികമായി നാം പ്രാപിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തിച്ചേരണം എന്നുള്ളതിന് വിവിധ വഴികൾ മാത്രമാണ്. നാം ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നുവെങ്കിൽ നമുക്ക് എയർപോർട്ട് വഴി കയറി പോവാം, അങ്കമാലി വഴി തന്നെ കയറി പോവാം, നമുക്ക് മറ്റൂർ ചെന്ന് കാലടി കൂടി ചെന്ന് ശ്രീമൂലനഗരം ചുവര വഴി കയറി പോവാം. പക്ഷെ നാം എത്തിച്ചേരുന്ന ഒരു സ്ഥലത്തേക്കാണ്. നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, എറണാകുളത്തേക്ക് പോകുന്നത്. വിവിധ മാർഗങ്ങൾ എന്നുള്ളതല്ലാതെ ലക്ഷ്യത്തിന് വ്യത്യാസമില്ല. വിവിധ മതങ്ങൾ എന്നുള്ളതല്ലാതെ ഈശ്വര വിശ്വാസത്തിൽ ലക്ഷ്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുന്നത് അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കും. പക്ഷെ അതിന്റെ അടിസ്ഥാനം അവന്റെ അതിജീവനമാണ്. അതിജീവനത്തിന് അവൻ ഒരുത്തൻ ചിലപ്പം കഴിക്കുന്ന ഭക്ഷണമായിരിക്കില്ല മറ്റൊരുത്തൻ കഴിക്കുന്നത്. പക്ഷെ അടിസ്ഥാനപരമായി അതിജീവനം എന്നുള്ള കാര്യമാണ് അവനുള്ളത്. അത് തന്നെയാണ് വിവിധ മതങ്ങളും വിവിധ വിശ്വാസങ്ങളും. അപ്പോ വിശ്വാസങ്ങൾ എന്നുള്ളത്, വിവിധ മതവിശ്വാസങ്ങൾ എന്നുള്ളത് സംഘർഷത്തിനോ സംഘട്ടത്തിനുമുള്ള വഴി തുറക്കുന്ന വേദികളല്ല. എല്ലാ വിശ്വാസവും ഒന്നുചേരുന്ന ദൈവവിശ്വാസം, എല്ലാ രീതികളും ചെന്നെത്തേണ്ടതുമായ ദൈവവിശ്വാസത്തിന്റെ സന്നിധി, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗം മാത്രമായിരിക്കണം നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം. ഒന്നൊന്നിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ പോലും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാതെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ, എല്ലാ മതങ്ങളും പറയുന്ന സ്നേഹമാണ്. എല്ലാ മതങ്ങളും തന്റെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ പറയുന്നുണ്ട്. ഒരു സഹോദരനെ വെറുക്കാൻ പറയുന്ന ഒരു മതവും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന നമുക്ക് 1200 വർഷം എന്ന് പറയുന്നത് വലുതാണെന്ന് ചോദിച്ചാലല്ല. പക്ഷേ ഭൌതികമായ സാഹചര്യങ്ങളിൽ ഇപ്പോൾ അതിന് പ്രസക്തി കൂടുകയാണ്. ഇക്കാലത്ത് ഭൌതികതയുടെ വെല്ലുവിളികൾ വളർന്നു വരികയാണ്. ഭൌതികതയുടെ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസത്തിന്റെ, ആത്മീയതയുടെ ചൈതന്യം കണ്ടെത്താനാണ് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ 1200 വർഷത്തിന്റെ പഴമയിൽ ഒരു പുതുമ കാണാം. ആദിശങ്കരൻ പറയുന്നത് ഏതൊരു പഴമയിലും ഒരു പുതുമയുണ്ടെന്നാണ്. ഏത് പുതുമയിലും ഒരു പഴയതുമായി ഒന്നിച്ചേരാനുള്ള, ഇരിക്കാനുള്ള ഒരു സൗഹൃദമായ സന്മനസ്സുമുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് നാം 1200 വർഷം കഴിഞ്ഞിട്ടും നാം ഇവിടെ കാണുന്നത്. ചിലപ്പോൾ 1200 വർഷം മുമ്പ് ഇത്രയും ജനങ്ങളുണ്ടായി കാണില്ല, ഇത്രയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരായിരിക്കില്ല, ഇത്രയും വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ ധരിക്കുന്നവരായിരിക്കില്ല, ഇത്രയും വിവിധ വൈവിധ്യങ്ങളാർന്ന ഭാഷയോ അല്ലെങ്കിൽ വൈവിധ്യങ്ങളാർന്ന സ്വഭാവവിശേഷങ്ങളുള്ളവരായിരിക്കണമെന്നില്ല. ഇന്ന് 1200 വർഷങ്ങൾക്ക് ശേഷം നാം ഒന്നിക്കുമ്പോൾ നമ്മുടെ പഴമയിൽ നാം പുതുമ കാണുകയാണ്, നമ്മുടെ പുതുമയിൽ നാം പഴമയെ കാണുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ 1200 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് സംഭവിക്കുന്നത് തന്നെയാണ്. അത് തുടരണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഏത്